ശ്രീ E.T. ടൈസൺ മാസ്റ്റർ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനയെ സർവാത്മന പിന്താങ്ങുകയാണ്. നമ്മുടെ ബഷീർക്ക ഇടതുപക്ഷം എങ്ങനെയായാലും ജയിക്കണം, അതെങ്ങനെ ജയിക്കണമെന്നതിനെ സംബന്ധിച്ച് ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോൾ ആലോചിച്ചത്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണമെന്ന നല്ല ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ള വർത്തമാനത്തിൽ പ്രതിഫലിച്ചതെന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ആവശ്യം പൊതുവായി കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ, അതിനെ കൊടിപിടിക്കാൻ അത് കഴിയുക ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടുതൽ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ്, മാതൃകകളാണ് പുതുതായി സൃഷ്ടിക്കപ്പെടുന്നത്. നാം നേരത്തെ ചർച്ച ചെയ്ത പോലെ ദേശീയപാത സംബന്ധിച്ചും മലയോര ഹൈവേ സംബന്ധിച്ചും തീരദേശ ഹൈവേ സംബന്ധിച്ചും ഗെയിൽ പൈപ്പ് ലൈൻ സംബന്ധിച്ചും ലൈഫിലെ വീടുകൾ കൊടുത്തത് സംബന്ധിച്ചും 1.5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തതുമെല്ലാം കേരളത്തിൻ്റെ വികസന ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവ്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. കേരളത്തിൽ 15,146 പേർക്ക് PSC നിയമനം നൽകിയപ്പോൾ മറ്റ് 26 സംസ്ഥാനങ്ങളിലും കൂടെ കൂട്ടി 19,646 നിയമനങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞത് UPSC ആണ്. കേന്ദ്ര സർക്കാർ ആക്രി വിലയ്ക്ക് വിറ്റൊഴിക്കാൻ നോക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിലെ വെള്ളൂരിലെ HNL, കാസർകോട്ടെ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് എന്നിവ ഏറ്റെടുത്ത് പുനരുദ്ധരിച്ചത് ഈ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യമായി ഇന്ത്യയെ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മാറ്റിയപ്പോൾ നാം തിരിച്ചറിയേണ്ടത്, കേരളം അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിലേക്ക് പതുക്കെ നടന്നെടുക്കുന്നതാണ്. വളരെ താമസിയാതെ നമുക്കതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ്. 5 വയസ്സിൽ താഴെയുള്ള 1000 കുട്ടികളിൽ 32 പേർ മരിക്കുമെന്നാണ് ഇന്ത്യയിലെ ദേശീയ അടിസ്ഥാനത്തിലുള്ള കണക്ക് പറയുന്നത്. അതിൽ കേരളത്ത് നോക്കുമ്പോൾ അത് എത്രത്തോളം ഉയർന്ന അർത്ഥത്തിൽ നാം നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലൊരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും ക്രിയാത്മകമായി പരിവർത്തനം ചെയ്യുന്നുള്ള സർക്കാർ ചെലവുകളുടെ പ്രാധാന്യം അത് കേരളം പ്രത്യേകമായി എടുത്തു പറയേണ്ട സംഗതിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് സാമൂഹ്യക്ഷേമ മേഖലകളെല്ലാം ബജറ്റിൽ നല്ലവണ്ണം സംഖ്യ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ സാമൂഹ്യ സേവനങ്ങൾക്കായുള്ള, സർക്കാർ സേവനങ്ങൾക്കായുള്ള ഒരു ഭാഗം റവന്യൂ കളക്റ്റിൽ ശമ്പളമായും ദൈനംദിന ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അതിനോടനുബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക ക്രൈസിസ് മാനേജ്മെൻറ്റ് അത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്കും നാം നടന്നെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ആദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിച്ചും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും രാജ്യത്തിന് മാതൃകയായ കേരളം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനും തുടക്കം കുറിക്കുകയാണ്. സാധ്യതകൾക്കനുസരിച്ച് സംസ്ഥാനം അതിവേഗം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും മനുഷ്യ പുരോഗതിക്കായി വിനിയോഗിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന 4 സയൻസ് പാർക്കുകളിൽ ഒന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്. നിലവിലെ സാങ്കേതിക അറിവുകളെ ഗവേഷണത്തിലൂടെ നവീകരിക്കാൻ കേരളത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലുള്ള മാനവ വിഭവശേഷി ഉപയോഗിക്കുന്നതിൽ പ്രത്യേകം ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുവെന്ന് നമുക്ക് കാണാം. 2 വർഷം മുമ്പ് രാജ്യത്തിൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ച് IT മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേരളം രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കുകയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ആകെ സമ്പദ്ഘടനയ്ക്കും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹ്യ മേഖലയ്ക്കുമെല്ലാം വലിയ സംഭാവനകൾ ചെയ്യുന്ന പ്രവാസികൾ 2005 ഇന്ത്യയിൽ നിന്നുള്ള ഈ രാജ്യത്തേക്ക് 2213 കോടി US ഡോളർ തുല്യമായ സംഖ്യ നൽകിയവരാണ്. 2020 അത് 8315 കോടി
$. ഉയർന്നിരുന്നു. എന്നാൽ ഈ വലിയ വിഭാഗം ജനങ്ങളെ സഹായിക്കാനുള്ള സമഗ്ര പദ്ധതികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ആ സന്ദർഭത്തിലാണ് കേരളം പ്രവാസി ക്ഷേമത്തിനും അവരെ സഹായിക്കുന്നതിനും നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മളെല്ലാം ചേരാനിരിക്കുന്ന ലോക കേരള സഭയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവിടുത്തെ സാധ്യതകൾ കേരളം ആരായാനും കിട്ടുന്ന ഒരു അപൂർവ നിമിഷമായി കരുതുകയാണ്. ആയിരക്കണക്കിന് പ്രവാസികളുടെ ആശ്രയം പ്രതീക്ഷയും മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി കാര്യാലയവും നോർക്ക റൂട്ട്സും നൽകുന്നുണ്ട് എന്നും മറന്നുകൂടാ. ഭരണനിർവഹണത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിൽ പൊതുവെയുള്ള നിലപാടുകളല്ല കേരളം സ്വീകരിക്കുന്നത്. രാജ്യത്ത് പട്ടാളക്കാരെ പോലും കരാർ നിയമനം നടത്തുന്ന കാലത്ത് പരമാവധി സ്ഥിരം തൊഴിൽ നിയമനം നൽകിയാണ് സംസ്ഥാനം ഭരണനിർവഹണ സംവിധാനം കാര്യക്ഷമമാക്കുന്നത്. 2016 മുതൽ 3000 തുടങ്ങി. അതുപോലെ എത്രത്തോളം പുതിയ തസ്തിക സൃഷ്ടിക്കാനാണ് ഈ കോവിഡ് കാലത്ത് പോലും ഈ ഗവൺമെന്റിന് സാധിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ അതിൽ അഭിമാനം തോന്നുകയാണ്. സേവന വിതരണത്തിൽ കാലതാമസം ഒഴിവാക്കി ഇനിയും മെച്ചപ്പെടേണ്ട ഒരുപാട് മേഖലയുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ അതിവേഗം സേവനം ലഭ്യമാക്കാനുള്ള ദൗത്യങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്നതിലും സേവനം എത്തിക്കുന്നതിലും കാലതാമസം വരുത്താതിരിക്കാൻ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ വാതിൽപ്പടി സേവനം സർക്കാർ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ നേരിട്ട് ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ സേവന വിതരണം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും. രാജ്യം സ്വാതന്ത്ര്യം നേടിയത് മുതൽ കേട്ടിരുന്ന പൊതുമേഖല പൊതുടമസ്ഥ എന്ന വാക്കുകളെല്ലാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം പാഴ്വാക്കുകളായി മാറിയിരിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നൊരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണകൂടം പിൻവലിയുകയും അതെല്ലാം മുതലാളിത്ത ധനകാര്യ സാമ്രാജ്യത്വ സ്ഥാപനങ്ങളായ IMF ലോകബാങ്കോ നിഷ്കർഷിക്കുന്ന സ്വകാര്യ ഏജൻസികളെയൊക്കെ ഏൽപ്പിക്കുകയോ ചെയ്യുന്ന ആഗോളീകരണത്തിന്റെ കാര്യത്തിൽ ബദൽ ഉയർത്താൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും വീട് അതുപോലെ മികച്ച ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, അതുപോലെ ശുദ്ധജലം, ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിൽ ഈ ഗവൺമെന്റ് വല്ലാതെ മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രതിപക്ഷവും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം കാര്യത്തിലാണ് ഈ കേരളത്തിലെ വികസന മാതൃകയെ ഇകഴ്ത്തി കാണാൻ ശ്രമിച്ചതെന്ന് നാം കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടായാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിലെ നയമാണ്. കേന്ദ്രം അത് അർഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ധനം തരുന്നില്ല എന്ന വസ്തുത ഒരിക്കലും ഉറക്കെ പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കാകുന്നില്ല എന്ന് കാണാൻ കഴിയും. അതിനു മറിച്ച് ഇവിടെ സംസ്ഥാനത്തിന്റെ ഭരണം സംബന്ധിച്ച് LDF നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന മറ്റു പല സംഗതികൾ കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടാണ്, ചെറിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ നമുക്ക് ഓർക്കാലോ, ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഭരണം സംബന്ധിച്ച് ഡൽഹിയിൽ സംബന്ധിച്ച് എന്താണ് ഇതുപോലുള്ള സംഭവം കൊണ്ടാണ് ഒറ്റ സീറ്റ് പോലും കിട്ടാതെ ഇരുന്നത്. അതുപോലെ തെലങ്കാന, ഒറീസ, ആസാം, അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ അവിടെയൊക്കെ എല്ലാം തിരിച്ചടി ഉണ്ടായില്ലേ? ആ തിരിച്ചടി ഉണ്ടായ സ്ഥലത്തൊന്നും മുഖ്യമന്ത്രിയുടെ മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിക്കാനൊന്നും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല പ്രശ്നം. അതിന് വേറെ കാരണങ്ങൾ കണ്ട ഇവിടെ മാത്രം ഭരണവിരുദ്ധ വികാരം എന്ന പുതിയ കാര്യം. എന്തുകൊണ്ട് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന ഒരു സാധ്യത യഥാർത്ഥത്തിലുണ്ടോ? ഒന്ന് നന്നായി പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. എല്ലാ അർത്ഥത്തിലും ഈ സംസ്ഥാനം ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ നന്നായി മുന്നോട്ട് പോകുമ്പോൾ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മാത്രം സൂചിപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. എന്തായാലും നമുക്കുണ്ടായ ചെറിയ പരാജയങ്ങളെ തിരിച്ചറിയാൻ അതിനനുസരിച്ചുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് തിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബന്ധപ്പെട്ടവരും ശ്രമിക്കുമെന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ ഒരു താമസത്തിന് മാത്രമുള്ള ഒരു വിധിയെഴുത്തായി മാത്രം ഇതിനെ കാണുന്നു. ഇനി ഉറപ്പായും നമുക്ക് കൂടുതൽ നല്ല വേഗത്തിൽ ഏറ്റവും നന്നായി ഈ കേരളത്തെ മുന്നോട്ട് പോകാനുള്ള പരിപാടികളുമായി മുന്നോട്ട് ഇനിയും ഗവൺമെന്റ് പോകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി സവിനയം പിന്താങ്ങുന്നു.